ഹലോ ഫ്രണ്ട്സ്, ആദ്യമായിട്ട് കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ സപ്പോർട്ടൊന്ന് അറിയിക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു കോഴി ഫാം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ ആണ്. കോഴി ഫാം എങ്ങനെ ചിലവ് കുറഞ്ഞ രീതിയിൽ ചെയ്യാം, അതിൻ്റെ രീതി എങ്ങനെ. അപ്പോൾ ഈ കാണുന്ന വസ്തു ഉണ്ടോ, ഇപ്പം നിങ്ങളീ കാണുന്നതാണ് അവിടെ ഒരു 3 സെൻറ്റ് വസ്തുവാണ്. ഇവിടെ എങ്ങനെ ഒരു കോഴി ഫാം സ്റ്റാർട്ട് ചെയ്യാം എന്നുള്ളതാണ് വീഡിയോ. അപ്പോൾ ഇതിൽ 3-4 സൈഡിൽ ഈ ഒരു സൈഡ് ഈ ചുവരുള്ളത് കൊണ്ട് അവിടെ മതിൽ കെട്ടേണ്ട ആവശ്യമില്ല. പക്ഷേ ഇതൊരു ബൗണ്ടറിയാണ്, ഈ കാണുന്ന ഒരു ബൗണ്ടറിയാണ്. ഇവിടെ നമ്മൾ മതിൽ കെട്ടണം, ഒരു ഗേറ്റ് ഇടണം. പിന്നെ ഇതിൻ്റെ ബാക്കി 2 സൈഡെന്ന് പറഞ്ഞാൽ ഇവിടെ കുറച്ച് ദൂരം വരെ ബേസ്മെൻറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതാണ് എൻഡ്. അതിൻ്റെ ഇവിടെ നിന്ന് അങ്ങേ അറ്റം ആ മതിൽ വരെ ബേസ്മെൻറ്റ് കെട്ടാനുണ്ട്. പിന്നെ ഇത് ഒരു സൈഡ് ഫ്രണ്ട് സൈഡാണ്. ബാക്ക് സൈഡിൽ ആൾറെഡി ബേസ്മെൻറ്റ് കെട്ടി പൊക്കിയിട്ടുണ്ട്. ഒരു സൈഡ് ഇത് ഓടയാണ്, ഒരു സൈഡ് ഓട ബാക്ക് പൊക്കിയിട്ടുണ്ട് ഒരു സൈഡ്. പിന്നെ ഒരു സൈഡ് കൂടെ കാണിച്ചു തരാം. അതിൽ അതായത് ഇതോട്ട് അങ്ങേറ്റം വരെ ബേസ്മെൻറ്റ് കെട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നാടൻ കോഴികളെ ഇടാൻ വേണ്ടിയിട്ടുള്ള സെറ്റപ്പിലാണ്. 500 കോഴി വരെ കിടക്കും ഇതിനകത്ത്. 3 സെൻറ്റ് വസ്തുവാണ്. 500 കോഴി വരെ കിടക്കാൻ പറ്റുന്ന ഒരു ഫാമാണ് ഇവിടെ സെറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇവിടെ കുറച്ച് വാഴയും മരങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. 2 തെങ്ങുണ്ടായിരുന്നു, പിന്നെ കുറച്ച് വാഴ ഉണ്ടായിരുന്നു, അതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞു. ഇനി ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്ത് കുറച്ച് മണ്ണ് ഫില്ല് ചെയ്യാനുണ്ട്. അത് കഴിഞ്ഞിട്ട് മതിൽ കെട്ടാനുള്ള പരിപാടിയാണ്. അപ്പോൾ ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളും ഞാൻ വരും വീഡിയോകളിൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. അപ്പം ചാനൽ സബ്സ്ക്രൈബർ കുറവാണ്, നിങ്ങളെല്ലാം കൊണ്ട് സപ്പോർട്ട് ചെയ്ത് മാക്സിമം സപ്പോർട്ട് ചെയ്യുക. വീഡിയോസ് എല്ലാം കാണുക. ഓക്കെ, അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ പറയാം. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് തുടർന്നുള്ള ദിവസങ്ങളിലുള്ള വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ഇതിൽ കോഴിക്കുഞ്ഞുങ്ങൾ നിലവിൽ എനിക്ക് വേറെ ഒരു വീട്ടിൽ കിടക്കുന്ന വീഡിയോസാണ് ഞാൻ ഇതിനകത്ത് അപ്ലോഡ് ചെയ്യുന്നത്. അത് ഡെയിലി എനിക്ക് അവിടുത്തെ സെയിലുണ്ട്. ആ സെയിൽ പോസ്റ്റ് വീഡിയോ ഞാൻ കൂടെ ഇതിനകത്ത് ഈ ചാനലിൽ ഇടാറുണ്ട്. അത് നിങ്ങളെല്ലാവരും ഒന്ന് കാണുക. ആവശ്യമുള്ളവർ എന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഞാൻ വന്ന് വാങ്ങിക്കുന്നവർക്ക് വന്ന് വാങ്ങിക്കാം. ഡെലിവറി ചാർജ് എക്സ്ട്രാ ഉണ്ട് കൊണ്ടുതരണമെങ്കിൽ കൊണ്ടുതരാം. സമയമുള്ളതുപോലെയൊക്കെ ചെയ്യാം. പിന്നെ രാവിലെ 1 മണിക്കൂറും വൈകിട്ട് 1 മണിക്കൂറൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുന്നത്. കോഴിയുടെ തീറ്റ കൊടുക്കാനും ക്ലീനിങ്ങും ഈ കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. ബാക്കി സമയം വേറെ ജോലിയുള്ളത് കാരണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പം ഇതിൻ്റെ ഇടയിൽ സൈഡ് ബിസിനസ്സാണ് ഇത്. ഇനി ഇവിടെ കുറച്ചുകൂടെ നല്ല വൃത്തിയായി ചെയ്യണം. ഇവിടെ ഒരു ഇൻക്യുബേറ്ററിൻ്റെ ഒരു യൂണിറ്റ് ഇതിനകത്ത് കൊണ്ടുവയ്ക്കണമെന്നുണ്ട്. അപ്പോൾ ഇൻക്യുബേറ്റർ ഇപ്പോൾ നിലവിൽ 1000-ൻ്റെ ഇൻക്യുബേറ്റർ എൻ്റെ കയ്യിലുണ്ട്. അതിന് 19,000 രൂപ ചിലവ് ആയ ഇൻക്യുബേറ്ററാണ്. അതിൻ്റെ ഡീറ്റെയിൽസും അതിവിടെ വിരിയിക്കുന്നതും ഇവിടെ എല്ലാം സെറ്റപ്പ് എല്ലാം ഇവിടെയാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കത് വരും ദിവസങ്ങളിൽ അതിൻ്റെ വീഡിയോസ് കാണാം. അപ്പോൾ നിങ്ങൾ മാക്സിമം സപ്പോർട്ട് ചെയ്യാം. ഓക്കെ.